എല്ലാ നിലമ്പൂരിലെ മത്സരത്തിൽ ഇടതുപക്ഷത്തെ ഒറ്റപ്പെടുത്തി ബാക്കി എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുക എന്ന UDF തന്ത്രം തുടക്കത്തിൽ തന്നെ പാളിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള അനുഭവം. UDFനെ പിന്തുണയ്ക്കുന്ന ഘടകങ്ങൾ പലതായി പിരിഞ്ഞാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അൻവറിൻ്റെ ഇടതുപക്ഷത്തു നിന്നുള്ള രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ UDF തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ UDF തയ്യാറാക്കിയ ഒരു വളരെ കൃത്യതയാർന്ന സ്ക്രിപ്റ്റാണ്. LDFലെ ഒരു ആടി കളിക്കാനിടയുള്ള ഒരാളെ ചാക്കിട്ട് പിടിച്ച് രാജിവെപ്പിച്ച് തെരഞ്ഞെടുപ്പ് നടത്തി എല്ലാ ഇടതുപക്ഷക്കാരും ഒരുമിച്ച് നിന്ന് ആ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ പ്രതിനിധി ജയിച്ച് ഇതാണ് ഭാവി കേരളത്തിൽ നടക്കാൻ പോകുന്നതെന്ന് പ്രഖ്യാപിക്കുക എന്ന ഒരു സൂത്രം നമ്മുടെ UDF തയ്യാറാക്കിയിരുന്നു. അതുകൊണ്ട് അവസാന നിമിഷം വരെ അൻവറിനെ ഒപ്പം നിർത്തുക എന്നുള്ളതായിരുന്നു UDFൻ്റെ പരിശ്രമം. ഇന്നലെയും ആ ശ്രമമുണ്ടായി. UDF നേതാക്കൾ അൻവറിനെ പോയി കണ്ടു. UDF കൺവീനർ തന്നെ ഒരു 24 മണിക്കൂർ മുമ്പ് പറഞ്ഞത് അൻവറിൻ്റെ വിഷയം അടഞ്ഞ അധ്യായമല്ല എന്നാണ്. ഇപ്പം അദ്ദേഹം ജാള്യതയോടു കൂടിയാണ് പത്രക്കാരെ കണ്ടത് ഈ സംഭവം വന്നപ്പോൾ. അപ്പോൾ UDF പ്രതീക്ഷിച്ചിടത്തേക്കല്ല ഈ തെരഞ്ഞെടുപ്പ് പോകുന്നത്. അവർക്കാണ് വിഷമം ഉണ്ടാവുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം LDFന് വ്യക്തതയുള്ള നിലപാടാണ്. ആ നിലപാടിന് ചുറ്റും ജനങ്ങളെ അണിനിരത്തുക എന്ന നിലയിലുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന് ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് അൻവറിൻ്റെ സ്ഥാനാർത്ഥി. അൻവർ ഒരു ഫാക്ടർ ആകുമെന്ന് കരുതുന്നുണ്ട്. അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആരുടേതായിരിക്കുമെന്നാണ് മുന്നണി കണക്ക് കൂട്ടുന്നത്. എത്രത്തോളം വോട്ടുകൾ പിടിക്കും? CPM ഒരു കണക്കുണ്ടോ? അതിൻ്റെ എണ്ണം എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അൻവർ പിടിക്കുന്ന എല്ലാ വോട്ടും UDFൻ്റെ. അൻവർ ഫാക്ടർ വർക്ക് ചെയ്യുമോ നിലമ്പൂരിൽ? അൻവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുമോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലെങ്കിൽ എത്ര വോട്ട് അൻവർ പിടിക്കുന്നതിനെ ആശ്രയിച്ചാണല്ലോ അൻവർ ഫാക്ടർ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവുക. ഇവിടുത്തെ ഒരു MLA ആയിരുന്ന ഒരാൾ രാജിവെച്ച് പോകുമ്പോൾ UDF ഒരു വാതിൽ തുറന്നിട്ടുണ്ട്. ആ വാതിലിൽ ഇപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ അടച്ചിരിക്കുകയാണ്. അത് സമൂഹത്തിലുണ്ടാക്കുന്ന പ്രതിഫലനമുണ്ട്. UDFൻ്റെ അവസരവാദമാണ്. അപ്പോൾ UDFൻ്റെ അവസരവാദത്തെ എതിർക്കുന്ന ആളുകൾ അൻവറിനല്ല വോട്ട് ചെയ്യുക. UDFൻ്റെ അവസരവാദത്തെ എതിർക്കുന്ന ആളുകൾ LDFനാണ് വോട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ചോദ്യം കൂടി, ഇവിടെ മത്സരം നടക്കുന്നത് LDFും UDFും നേരിട്ടാണോ അതോ അൻവർ കൂടി ഈ ചിത്രത്തിലേക്ക് വരുന്നുണ്ടോ? അല്ല, മത്സരത്തിലെ ഒന്നാമത്തെ എതിരാളി എപ്പോഴും LDFും UDFും ആണല്ലോ. അത് നമ്മൾ മറ്റൊരു തരത്തിൽ ഞാൻ പറഞ്ഞാൽ ഞാനൊരു അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ കേരളത്തിലെ ഏത് തിരഞ്ഞെടുപ്പായാലും LDFും UDFും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം നടക്കുക. അതോടൊപ്പം UDF എല്ലാ തെരഞ്ഞെടുപ്പിലും സാമുദായിക ജാതീയ ഘടകങ്ങളെയും ചില അവസരവാദ ഘടകങ്ങളെയും ഉപയോഗിക്കും. അതാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ LDF-UDF പോരാട്ടത്തിൽ UDFന് അനുകൂലമായി ജാതീയ വർഗീയ ഘടകങ്ങൾ, ചില അവസരവാദ ഘടകങ്ങൾ ഇതിനെ സംയോജിപ്പിക്കുക എന്നുള്ള പ്രക്രിയയിൽ അത് നടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ തെളിഞ്ഞത്. ഇപ്പോൾ BJP സ്ഥാനാർത്ഥി രംഗത്ത് വന്നു. BJP മത്സരിക്കുന്നില്ലെങ്കിൽ ഗുണഭോക്താവ് UDF ആണ്. അൻവർ രംഗത്ത് വന്നു. അൻവർ മത്സരിക്കുന്നില്ലെങ്കിൽ ഗുണഭോക്താവ് UDF ആണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഗതിവിഗതികളിൽ UDFന് പ്രതികൂലമായ ഒരു ഘടകം രൂപപ്പെട്ടിട്ടുണ്ട്. UDF-LDF തമ്മിൽ തന്നെയാണ് പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്.